എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ളൊരു അപ്ഡേറ്റാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് കോഴ്സ് പ്രവേശനത്തിൽ നിയന്ത്രണവുമായി നിരവധി ഓസ്ട്രേലിയൻ സർവകലാശാലകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കാണിച്ചാണ് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥി വിസയ്ക്കായി വ്യാജ അപേക്ഷ നൽകി പിൻവാതിലിലൂടെ കുടിയേറ്റത്തിൽ ശ്രമിക്കുന്നവരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നു എന്ന മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഈ നീക്കം. മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന അപേക്ഷകൾ ചില സർവകലാശാലകൾ പൂർണ്ണമായും നിരസിക്കുന്നവയാണ്. ചില സർവകലാശാലകൾ കർശന പരിശോധനയ്ക്ക് ശേഷമാണ് വിസ അനുവദിക്കുന്നത്. ഇതിനായി ഓസ്ട്രേലിയൻ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും സഹായവും സർവകലാശാലകൾ തേടിയിട്ടുണ്ട്. എന്നാൽ ഈ നീക്കം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ആശയക്കുഴപ്പവും നിരാശയും സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് വിവിധ കൺസൾട്ടൻസികൾ പ്രതികരിക്കുന്നു. ഓസ്ട്രേലിയയിലേക്ക് പ്രതിവർഷം 10,000 കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി എത്തുന്നത്. വിസയ വിലക്ക് ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ നയതന്ത്ര തലത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഉഭയകക്ഷി വിദ്യാഭ്യാസ ബന്ധങ്ങളെയും ഇത് വളരെയധികം ബാധിച്ചേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പല രീതിയിലുള്ള ഫേക്കായിട്ടുള്ള നിയമം സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന വിദ്യാർത്ഥികൾ കാരണം യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് പോലും ചാൻസസ് നഷ്ടപ്പെടുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന ഈ റിപ്പോർട്ടുകൾ. നമ്മുടെ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പല രീതിയിലും നല്ല വിദ്യാർത്ഥികൾക്ക് പോലും തിരിച്ചടി നൽകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യങ്ങൾ ചെയ്യുക. അതല്ലാതെ ഫേക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഏർപ്പെടുത്തി മറ്റു രീതിയിലുള്ള ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മറ്റു രാജ്യങ്ങളിലേക്ക് പോയി അവിടെ നിങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും അവിടെ പോയി നിങ്ങളുടെ ജീവിതം മുഴുവൻ അവിടെ ജയിലുകളിൽ പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസം എന്നും അറിവിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും വ്യക്തമായി ഗവൺമെൻറ്റുകളുടെ നിയമങ്ങൾ അനുസരിച്ച് എല്ലാ രാജ്യത്തും അവരവരുടെ നിയമനിർമ്മാണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രാജ്യത്താണോ പോകുന്നത് ആ രാജ്യത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം പോകാൻ ശ്രമിക്കുക എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.